ഹായ്, ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ഈ ലെസൻ്റെ പേര് ഇസ് ജൽ പ്രളയ് മേ. ഈ ജലപ്രളയത്തിൽ ഫണീശ്വർനാഥ് രേണു എഴുതിയ ഇസ് ജൽ പ്രളയ് മേ എന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു ജലപ്രളയത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് സംഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇതിനു മുമ്പുള്ള 2 പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണണം. 1949 उस बार महानंदा की बाढ़ से घिरे वापसी थाना के एक गांव में हम पहुँचे. 1949 മഹാനന്ദ നദിയിൽ വന്ന വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വാപ്പസി ഥാനയിലുള്ള ഒരു ഗ്രാമത്തിൽ ഞങ്ങളെത്തി. ഹമാരി നാവ് പർ റിലീഫ് കെ ഡോക്ടർ സാഹബ് थे. ഞങ്ങളുടെ ഈ നാവെന്ന് പറഞ്ഞാൽ ബോട്ടിൽ, നമ്മുടെ വഞ്ചിയിൽ റിലീഫിനുള്ള ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നോക്കാനായിട്ടുള്ള ഡോക്ടറും ഞങ്ങളുടെ വഞ്ചിയിലുണ്ടായിരുന്നു. गाँव के कई बीमारों को नाव पर चढ़ाकर ക്യാമ്പ് മേ ലേ ജാനാ था. ആ ഗ്രാമത്തിലെ കുറേ രോഗികളെ, ബീമാറോ എന്ന് പറഞ്ഞ രോഗികളെ ഈ വഞ്ചിയിൽ കയറ്റിയിട്ട് നാവ് പർ ചടാക്കർ ക്യാമ്പ് മേ ലേ ജാനാ था, ക്യാമ്പിലോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഏക് ബീമാർ നൗജവാൻ കെ സാത്ത് ഉസ്കാ കുത്താ ഭി കുയി करता हुआ नाव पर चढ़ आया. അപ്പോൾ ഒരു രോഗിയായ, ബീമാർ എന്ന് പറഞ്ഞ ഒരു രോഗിയായ നൗജവാൻ എന്ന് പറഞ്ഞ ഒരു യുവാവ്, ആ യുവാവിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പട്ടിയും ആ ബോട്ടിൽ കുയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കയറി. ഡോക്ടർ സാഹബ് കുത്തേക്കോ ദേക്കർ, ഡോക്ടർ ആ പട്ടിയെ കണ്ടിട്ട് ഭീഷൺ ഭയഭീത് ഹോ ഗയ, ഒരുപാട് ഭയപ്പെട്ടു. ഓർ ചില്ലാനേ ലഗെ, എന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഓ രേ കുക്കുർ നെഹി, കുക്കുർ കോ ഭഗാവോ, കുരയ്ക്കല്ലേ, ഈ പട്ടിയെ ഇവിടെ നിന്ന് ഓടിച്ചു വിടൂ. ബീമാർ നൗജവാൻ ഛപ് സെ പാനി മേ ഉത്തർ ഗയ. അപ്പോൾ ആരുടെയാണോ ആ പട്ടി, ആ യുവാവും പെട്ടെന്ന് തന്നെ ആ ബോട്ടിൽ നിന്നും, ആ വള്ളത്തിൽ നിന്നും പുറത്തിറങ്ങി. പാനിമേ ഉത്തറക്കുക, വെള്ളത്തിലോട്ടിറങ്ങി. ഹമാർ കുക്കർ നഹി ജായേഗ തോ ഹം ഹു നഹി ജായേഗ. അവരുടെ ബംഗാളി ഭാഷയൊക്കെ മിക്സായ ഭാഷയാണിത്. ഹമാർ കുക്കർ, എൻ്റെ പട്ടിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഫിർ കുത്താ ഭി ഛപാക് പാനിമേ ഗിറ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ പട്ടിയും ഈ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലോട്ടെടുത്ത് ചാടി. ഹമാര ആദ്മി നഹി ജായേഗ തോ ഹം ഹു നഹി ജായേഗ. അപ്പോൾ ഞങ്ങളുടെ ഈ യുവാവായ, ഈ രോഗിയായ ഇദ്ദേഹം പോകുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പട്ടി പോകുന്നില്ലെങ്കിൽ അദ്ദേഹം പോകുന്നില്ല, അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന് ആ ഗ്രാമത്തിലുള്ള ബാക്കിയുള്ള രോഗികളും പറഞ്ഞു. പർമാൻ നദിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പർമാൻ നദിക്ക് ബാഡ്മേ ഡുബേ ഹുയെ, വേറൊരാണ് പർമാൻ നദിയിലെ വെള്ളത്തിൽ മുങ്ങിയ ഏക് മുസഹറോക്കി ബസ്തി, മുസഹർ എന്ന് പറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന ആ സ്ഥലം. മേഹം റാഹത്ത് പാട്നേക്ക്, അവിടെയും ഞങ്ങൾ സാധനങ്ങൾ, അവിടെയും വെള്ളപ്പൊക്കമായിരുന്നു, അവിടെ സാധനങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യാനായിട്ട് പോയി. ഖബർ മിലി ഥി കി വേ കൈ ദിനോं से मछली और ചൂഹോ കോ ഝുൽസാക്കർ ഖാ രഹേ ഹെ. അപ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടി, ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത. ഞങ്ങളറിഞ്ഞു കൈ ദിനോസെ, കുറേ ദിവസമായിട്ട് അവിടുത്തെ ആൾക്കാർ മീനിനെയും
അതുപോലെ തന്നെ എലീനെയൊക്കെ ചുട്ടാണ് തിന്ന് ജീവിക്കുന്നത് നമുക്ക് അറിവ് കിട്ടി. അപ്പോൾ അവിടെ രാഹത്ത് സാധനങ്ങൾ അവിടെ ഈ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. കിസി തര ജീ രഹേ കിസി തര എങ്ങനെയൊക്കെയോ അവരവിടെ ജീവിക്കുകയാണ്. किंतु टोले के पास जब हम पहुँचे तो ढोलक और मंजिरा की ആവാസ് സുനായി പടി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്താ ढोलक എന്ന് പറഞ്ഞാൽ ചെണ്ടയുടെയും അതുപോലെ തന്നെ മഞ്ജിര കി ആവാസ് സുനായി, ഈ പാട്ടും അങ്ങനെയുള്ള എന്തൊക്കെയോ അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം, അതിൻ്റെ സൗണ്ട് കേട്ടു. ജാക്കർ ദേഖ, ഞങ്ങൾ പോയി നോക്കി. ഏക് ഊഞ്ചി ജഗ മച്ചാൻ ബനാക്കർ സ്റ്റേജ് കി തര ബനായ ഗയാ ഹെ. അപ്പോൾ ഒരു കുറച്ച് പൊങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു സ്റ്റേജ് പോലെ കെട്ടിയിട്ട് ഉണ്ട് അവിടെ. ബൽവാഹി നാച്ച് ഹോ റഹാ ഥാ. ബൽവാഹി നാച്ച് എന്ന ഒരു നൃത്തം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ സാരി പെഹൻകർ, ലാൽ എന്ന് പറഞ്ഞാൽ ചുവന്ന സാരി എന്ന് പറഞ്ഞാൽ സാരി പെഹൻകർ, ചുവന്ന സാരി കെട്ടിക്കൊണ്ട് കാല കലൂട്ട നട്ടുവ ദുൽഹൻ കാ ഹാവ് ഭാവ് ദിഖ്ലാ രഹാ ഥാ. അപ്പോൾ ഒരാൾ ഈ ചുവന്ന സാരിയൊക്കെ കെട്ടിയിട്ട് ഒരു കല്യാണ പെണ്ണിനെ പോലുള്ള ഭാവങ്ങളെല്ലാം അങ്ങനെ വരുത്തിക്കൊണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, നൃത്തം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാനി വ ധാനി ഹെ ധർണി ഘർ ചോഡ്കർ വിവാഹ പെണ്ണ്, കല്യാണ പെണ്ണ് ഘർ ചോഡ്കർ വീട്ടിൽ വന്ന, അതായത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ വീട്ടിൽ നിന്നും മൈക്കെ ഭാഗി ജാരേ. മൈക്കെ എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയുടെ വീട്, അതായത് അവളുടെ വീട്, സ്വന്തം വീട്ടിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവൾ സ്വന്തം വീട്ടിലോട്ട് ഓടിപ്പോകുമ്പോൾ ഓർ ഉസ്ക ഘർവാല, അതായത് പുരുഷ് എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് ഉസ്കോ മനാക്കർ രാഹ്സെ, അതായത് അവളെ സമ്മതിപ്പിച്ച് അവളെ സാന്ത്വനിപ്പിച്ച് രാഹ്സെ, അതായത് വഴിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരികയാണ്. അവളുടെ വീട്ടിലോട്ട് ഓടിപ്പോവുകയാണ്, അവളെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് ഇവിടുത്തെ ദൃശ്യം. യേ പദ് കെ സാദ് ഹി ढोलक पर. അപ്പോൾ അങ്ങനെ എന്തു പറ്റി? ढोलक पर ധ്രുത് താൽ ബജനെ ലഗ. ധ്രുത് താൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഈ ചെണ്ട കൊട്ടാൻ തുടങ്ങി. ധകിടം ധകിടം ധകിട് ഗിട് ചൊക്കോക്കെ ചക്കുതും ചക്കോക്കെ ചക്കുതും ചക്കോക്കെ ചക്കുതും. ആ താളമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ ചെണ്ടയിലടിക്കുന്ന താളം. ശാസ്ത്രിജി आप कहाँ हो? बलवाही नाच की बात उठते ही मुझे अपने परम मित्र भोला शास्त्री की याद हमेशा क्यों आ जाती है. അപ്പോൾ ശാസ്ത്രിജി നിങ്ങൾ എവിടെയാണ്? ഇങ്ങനെയുള്ള ബൽവാഹി, ഇങ്ങനെയുള്ള നാച്ച് അല്ലെങ്കിൽ നൃത്തം കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ മിത്രമായ, എൻ്റെ കൂട്ടുകാരനായ ശാസ്ത്രിജീനെ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് ആലോചിക്കുകയാണ്. ഏക് ബാർ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ഏക് ബാർ 1937 में सिमरवनी शंकरपुर में बाढ़ के समय നാവ് को लेकर लड़ाई हो गई थी. വേറൊരു സംഭവമാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. 1937 സിമർവനി ശങ്കർപൂരിൽ ബാഡ്മേ, അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ ആ സമയത്ത് നാവ് को लेकर, അതായത് ബോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വള്ളത്തിന് വേണ്ടി, വഞ്ചിക്ക് വേണ്ടിയിട്ട് ലഡായി എന്ന് പറഞ്ഞാൽ തല്ലുണ്ടായി. മേ ഉസ് സമയ് ബാൽച്ചർ, ബോയ് സ്കൗട്ട് താ. ബാൽച്ചർ എന്ന് പറഞ്ഞാൽ ബോയ്, ചെറിയ കുട്ടികൾ സ്കൗട്ടിലായിരുന്നു. അപ്പോൾ ഗാവ് കെ ലോഗ് നാവ് കെ അഭാവ് മേ കേലെ കെ പൗധെ കാ ഭേല ബനാക്കർ കിസി തരഫ് കാം ചലാ രഹേ थे. അപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാർ, അവരുടെ അടുത്ത് ബോട്ടില്ലാത്തതുകൊണ്ട് അവർ ഈ നമ്മുടെ കേലയ്ക്ക പൗധ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴേൻ്റെ പിണ്ടി, വാഴത്തണ്ട് കൊണ്ട് ഈ ചങ്ങാടം കെട്ടിയിട്ട് എങ്ങനെയൊക്കെയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹി ജമീന്ദാർ കില്ലടുക്കെ. അപ്പോൾ ആ സമയമാണ് ജമീന്ദാർ, അവിടുത്തെ ജന്മിയായ വളരെ പണക്കാരനായ ജമീന്ദാറിൻ്റെ ലടുക്കെ ആൺമക്കൾ നാവ് പർ, ഒരു ബോട്ടിൽ, ഒരു വള്ളത്തിൽ
हारमोनियम तबला के साथ झिഞ്ചിർ ജൽ വിഹാർ करने നിക്കലേ थे. അപ്പോൾ ഹാർമോണിയമൊക്കെ എടുത്ത് അതായത് ഈ വെള്ളത്തിലൂടെ അലിഞ്ഞു തിരിയാനായിട്ട് ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗാവ് കെ നൗജവാനോനെ മിൽക്കർ ഉൻകി നാവ് ഛീൻ ലി. അപ്പോൾ ഈ ഗ്രാമത്തിലെ യുവാക്കളെല്ലാവരും കൂടിയിട്ട് ആ ജമീന്ദാറിൻ്റെ ആ പണക്കാരുടെ മക്കളുടെ കയ്യിൽ നിന്നും അവരുടെ വള്ളം പിടിച്ചെടുത്തു. തോടി മാർപീട്ട് ഭി ഹുയി. അങ്ങനെ അവിടെ എന്ത് അടിയും പിടിയൊക്കെ ആയി കുറേശ്ശെ. और 1967 में 1967 में जब പുൻപുൻ की पानी പുൻപുൻ എന്ന അവിടുത്തെ പാനി ആ നദിയിലെ വെള്ളം രാജേന്ദ്ര നഗർ में घुसाया था. രാജേന്ദ്ര നഗറിൽ ഈ പുൻപുൻ നദിയിലെ വെള്ളം കയറി വന്നു. ഏക് നാവ് പർ കുച്ച് സജേ ധജേ. ഇത് വേറൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. സജേ ധജേ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് കുച്ച് യുവക് ഓർ യുവതിയ ഒരു യുവാക്കൾ യുവതിമാരും ടോലി കിസി ഫിലിം മേ ദേഖേ ഹുए കാശ്മീർ കാ ആനന്ദ് ഘർ ബൈഠേ ലേനെ കെ ലിയെ നിക്ലി थी. അപ്പോൾ കുറച്ച് യുവാക്കളും യുവതികളും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കാശ്മീരിലിങ്ങനെ ജലപ്പരപ്പിലൂടെ ആസ്വദിക്കാൻ നടക്കും പോലെ ഇവിടെ ഈ വെള്ളത്തിൽ ഈ പ്രളയ ജലത്തിൽ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നാവ് പർ സ്റ്റൗ ജൽ രഹാ ഥാ. ആ വള്ളത്തിൽ സ്റ്റൗ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. കെത്തലി ചെടി ഹുയി തി. ഒരു കെറ്റിലി അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ബിസ്കുട്ട് കെ ഡിബ്ബെ ഖുലേ ഹുയേ ഹേ. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ആ ബോക്സ് തുറന്നു വെച്ചിട്ടുണ്ട്. एक लड़की प्याली में चमच डालकर एक लड़की प्याली എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൽ ചമ്മച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്പൂൺ ഡാൽക്കർ ഇട്ടിട്ട് एक अनोखी अदा से नेस्कफ़े के पाउडर को मथ रही थी. അപ്പോൾ നെസ്കഫേൻ്റെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു നല്ല ഫാസ്റ്റായിട്ട് ഇതിട്ടിട്ട് ഇളക്കുമായിരുന്നു. നമ്മുടെ സ്പൂണിട്ട് ഇളക്കുകയാണ്. എസ്പ്രസോ ബനാ രഹി തി. എസ്പ്രസോ കോഫി ഉണ്ടാക്കുകയാണ് ചായത്. ദൂസരി ലടുക്കി വേറൊരു പെൺകുട്ടി ബഹുത് മനോयोग से कोई സച്ചിത്ര और रंगीन പത്രിക പഠ രഹി തി. നല്ല ചിത്രങ്ങളൊക്കെ ഉള്ള കളർഫുള്ളായ ഏതോ ഒരു പേപ്പർ വായിക്കുകയാണ് വേറൊരു പെൺകുട്ടി. ഏക് യുവക് ഒരു യുവാവ് ദോനോ പാവോ को फैलाकर बांस की लग्गी से नाव खो रहा था. അപ്പോൾ ഒരു യുവാവ് ഈ കാലൊക്കെ നിവർത്തി വെച്ച് ഈ മുള കൊണ്ട് ഈ ബോട്ടിനെ മുന്നോട്ട് തുഴയുകയാണ്. ദൂസര യുവക് വേറൊരു യുവാവ് പത്രിക പഠനെ വാലി ലड़की के सामने ആ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുമ്പിൽ അപ്പനെ घुटने पर കോഹ്നിൽ ടേറ്റ്കർ. ഘുട്ടന എന്ന് പറഞ്ഞാൽ മുട്ടിലെ അവൻ്റെ മുട്ടിലെ കൈമുട്ട് ഊന്നിക്കൊണ്ട് കൊയ് മൻമോഹക് ഡയലോഗ് ബോൽ രഹാ ഥാ. ഏതോ വലിയ നല്ല മൻമോഹക് ഇൻട്രസ്റ്റിംഗ് ആയ ഡയലോഗ് പറയുകയാണ്. പൂരെ വോല്യൂം മേ ബജത്തെ ഹുയെ ട്രാൻസിസ്റ്റർ റേഡിയോ ഫുൾ വോല്യത്തിൽ റേഡിയോ പർ ഗാന ആ രഹാ ഥാ. റേഡിയോയിൽ ഇങ്ങനെ പാട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. हवा में उड़ता जाए मेरा लाल दुपट्टा मलमल का जो जी हो जी. ഒരു പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാരെ ബ്ലോക്ക് കെ പാസ് ഗോൽ ഘർ മേ നാവ് പहुंची थी. അപ്പോൾ ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ അടുത്തുള്ള ആ വള്ളമൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഈ വള്ളം വന്നെത്തി. कि अचानक चारों ब्लॉक की छतों पर എല്ലാ ബ്ലോക്കിൻ്റെയും മുകളിലെ അതിൻ്റെ എല്ലാം റൂഫിൽ ഛത്ത് എന്ന് പറഞ്ഞാൽ റൂഫ് അവിടെ ഖടെ ലഡ്കോനെ ഏക് ഹി സാത്ത് അവിടെ ഈ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന അതിൻ്റെ റൂഫിൽ നിൽക്കുന്ന എല്ലാ ആൺകുട്ടികളും ഏക് ഹി സാത്ത് ഒരുമിച്ച് കൽക്കാരിയോ സീറ്റിയോ ഫപ്തിയോ കാ വർഷ കർദി. കൂക്കലും വിളിക്കലും അങ്ങനെ ഓളിയിടലൊക്കെ ആയിരുന്നു അവർ. ഇസ് ഗോൽ ഗംബർ
में किसी भी आवाज़ की പ്രതിധ്വനി മണ്ടരാക്കർ ഗുസ്തി ഹെ. അപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഓളിയിടുമ്പോൾ കൂവുമ്പോഴൊക്കെ അതിൻ്റെ പ്രതിധ്വനി, അതിൻ്റെ എക്കോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എക്കോയിങ് ഉണ്ടാവുന്ന സ്ഥലമാണ്. സോ സബ് മിലാക്കർ സ്വയം ഹി ജോ ധ്വനി സംയോജൻ ഹുവ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആ സൗണ്ട് ഉണ്ടായത് जो उसे बड़े से बड़े गुण संगीत निर्देशक എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ, വലിയ മ്യൂസിക് ഡയറക്ടർമാർ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത, അവർക്ക് പോലും കഴിയാത്ത പോലുള്ള സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കാണ് ഈ ആൺകുട്ടികൾ അവരെ കളിയാക്കിക്കൊണ്ട് കൂകി നിലവിളിച്ചതൊക്കെ. അതും അതുപോലെ തന്നെ അതിൻ്റെ എക്കോയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉത്ഭവിച്ചത്. उन फूफट युवकों की सारी എക്സിബിഷനിസം തുരന്ത് ചുമന്തർ ഹോ ഗയി. അപ്പോൾ ആ ബോട്ടിൽ വന്ന യുവാക്കളുടെയും യുവതികളുടെയൊക്കെ എക്സിബിഷനിസം മീൻസ് ആൾക്കാരെ കാണിക്കാനായിട്ട് വളരെ ഡെക്കറേറ്റീവായി, അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ധരിച്ച് ഭയങ്കര എൻജോയ്മെൻറ്റിൽ നടന്ന അവരുടെ എക്സിബിഷനിസം അല്ലെങ്കിൽ അവരുടേതെല്ലാം, അവരുടെ പോസ് കാണിക്കലെല്ലാം തുരന്ത് ചുമന്തർ ഹോകെ, എല്ലാം വെള്ളത്തിലായി, അല്ലെങ്കിൽ എല്ലാം നിന്നുപോയി. യുവതിയൊക്കെ രംഗെ ലാൽ ഓട്ട് ഓർ ഗലെ കാലെ പടുകെ. ആ പെൺകുട്ടികളുടെ, ആ യുവതികളുടെ ലാൽ ഓട്ട്, അതായത് ഓട്ട് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ചുമന്ന ചുണ്ടുകളും അതുപോലെ തന്നെ ഗാല് എന്ന് പറഞ്ഞാൽ കവിളൊക്കെ ചുവപ്പൊക്കെ മാറി കറുത്തു ഇരുണ്ടുപോയി. नाव पर अकेला ट्रांजिस्टर था जो पूरे दम के साथ मुखर था. അപ്പോൾ ആ നാവിൽ, ആ വള്ളത്തിൽ ആ ട്രാൻസിസ്റ്റർ, ആ റേഡിയോ മാത്രമാണ് അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നത്, പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അത് അപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. നയ്യാ തേരി മഞ്ചതാർ, होशियार होशियार, काहे राम सिंगर पनिया आ रहलो है, ऊ न आ रहलो है. 2:30 बज गया है मगर पानी आप तक आया नहीं. 2:30 എന്ന് പറഞ്ഞാൽ 2:30 മണിയായി രാവിലെ പുലർച്ചെ. ഇതുവരെ വെള്ളം വന്നിട്ടില്ല. വെള്ളം വരാനുള്ള, അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ലേഖകൻ അവരുടെ സ്ഥലത്ത് വെള്ളപ്പൊക്കം വരുന്നതും ആ വെള്ളമൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവർ ഫ്ലാറ്റിലിരിക്കുകയാണ്. അവിടെയും വെള്ളപ്പൊക്കം വരാമെന്നുള്ള അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ, ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് പല കാര്യങ്ങളും നേരത്തെ നടന്ന സംഭവങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വന്നതാണ്. അതൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ, അതായത് അവിടെ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, വെള്ളം പൊങ്ങാൻ പോവുകയാണ്. ഇതുവരെ 2:30 മണിയായി, ഇതുവരെ വെള്ളം പൊങ്ങിയിട്ടില്ല. ലഗ്താ ഹെ കഹി അടക് ഗയാ ഹെ, എവിടെയോ തടഞ്ഞു വെച്ചപ്പോൾ, അതായത് ആ വെള്ളം വരാതെ എവിടെയോ തങ്ങി നിൽക്കുകയാണ്. അഥവാ ഈ ജഹാ തക് ആനാ ഥാ ആക്കർ റുക് ഗയ, എവിടെ വരെയാണോ വരേണ്ടത് അവിടെ വരെ വന്നത്. ചിലപ്പോൾ വെള്ളം അവിടെ വരെ നിന്നിട്ടുണ്ടാവും, ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. അഥവാ തട്ബന്ദ് പർ ലड़ते हुए എഞ്ചിനീയറോं की ജീത് ഹോ ഗയി ശായദ്. അവിടെ ആ എഞ്ചിനീയർമാർ അവിടെ വെള്ളത്തെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ വിജയിച്ചു കാണും, ആ വെള്ളത്തെ അവരവിടെ തടഞ്ഞു കാണും. യാ കൊയ് ദേവി ചമത്കാർ ഹോ ഗയാ, ഏതോ ദേവീൻ്റെ ചമത്കാർ എന്ന് പറഞ്ഞാൽ എന്തോ ആശ്ചര്യം, അത്ഭുതം നടന്നിരിക്കുന്നു, ഏതോ ദേവിൻ്റെ കടാക്ഷം ഉണ്ടായിരിക്കുന്നു. നഹി തോ പാനി കഹീ ഭീ ജായേഗാ തോ കിധർ സെ, എവിടെയെങ്കിലും ആ വെള്ളം എവിടെയെങ്കിലും പോകണമെങ്കിൽ എവിടെ നിന്ന്, ഏതിലേ പോവും? രാസ്ത തോ ഇധർ സെ ഹി ഹെ, രാസ്ത, അതിൻ്റെ വെള്ളത്തിന് പോകാനുള്ള വഴി ഇതിലൂടെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ വെള്ളം എത്തേണ്ടതായിരുന്നു. ചാരോ ബ്ലോക്കോ കെ പ്രായ സഭി ഫ്ലാറ്റോ കി റോഷനി ജൽ റഹി ഹെ ബുജ റഹി ഹെ, എല്ലാ ഫ്ലാറ്റിലെയും ലൈറ്റ് കത്തുന്നുണ്ട്, കെടുന്നുമുണ്ട്. സഭി ജഗേ ഹുയെ, എല്ലാവരും ഉണർന്നിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. കുത്തേ രകർ സാമൂഹിക് രുദൻ കർത്തേ ഹെ, ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പട്ടികൾ എല്ലാവരും കൂടി ഓളിയിടുന്നുണ്ട്.
और उन्हें राम सिंगार की मंडली डांट कर ചുപ്പ് കരാ ദേത്തി ഹെ. ചുപ്പ് ചുപ്പ്. അപ്പോൾ ചിലപ്പോൾ പട്ടികളെ ചിലർ എന്താണ് ചീത്ത വിളിച്ചിട്ട് മിണ്ടാതെ ഓളിയിടാതെ ഇരിക്കാനായിട്ട് അവരോട് പറയുന്നുണ്ട്. മുझे അച്ചാനക് എനിക്ക് പെട്ടെന്ന് തന്നെ अपने उन मित्रों और സ്വജനോ की याद आई. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ആൾക്കാരുടെയും ഓർമ്മ വന്നു. ജോ കൽ സേ ഹി പട്ടലിപുത്ര കോളനിയിലും ശ്രീകൃഷ്ണപുരിയിലും ബോറിംഗ് റോഡിലും അഥവാ അഥാ ജൽമേ ഗിരേ ഹെ. അപ്പോൾ ആ വെള്ളത്തിൽ ഇവരെല്ലാവരും പെട്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാർ. അവരെ എനിക്ക് ഓർമ്മ വന്നു. ജിതേന്ദ്രനെ കുറിച്ചും ബിനീതാജീനെ കുറിച്ചും ബാബു ഭയ്യാനെ കുറിച്ചും ഇന്ദിരാജീൻ്റെയും പതാ നെയ് കേസേ എങ്ങനെയാണ് അവർ കിസ് ഹാൽ മേ ഹോങ്കെ ഏത് അവസ്ഥയിലായിരിക്കും. शाम को एक बार पड़ोस में जाकर टेलीफोन करने के लिए चेंगा उठाया. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവരെ ഒന്ന് ടെലിഫോണിൽ വിളിക്കാനായിട്ട് ഞാൻ പോയിട്ട് റിങ് ചെയ്തു. ബഹുത് ദേർ തക് കൈ നമ്പർ ഡയൽ കർത്താ രഹാ. പലരുടെയും നമ്പർ ഞാൻ വിളിച്ചു നോക്കി. ഉധർ സന്നാട്ടാ ഥാ ഏകദം. അപ്പോൾ മറ്റു സൈഡിൽ ആരും ഫോൺ എടുത്തില്ല. സന്നാട്ടാ ഥാ നിശബ്ദമായിരുന്നു. കോയി ശബ്ദ നഹി, ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ടുങ് ഫുങ് കുച്ച് ഭീ നഹി, ബെല്ലൊന്നും അടിച്ചില്ല. അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ബിസ്തർ പർ കർവട്ട് ലേത്തെ ഹുയെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുക, അതിനെയാണ് കർവട്ട് ലേനാന്ന് പറയും. ഫിർ ഏക് ബാർ മൻമേ ഹുവാ കുച്ച് ലിഖ്നാ ചാഹിയെ, എനിക്ക് തോന്നി, പിന്നെയും തോന്നി എന്തെങ്കിലും എനിക്ക് എഴുതണമെന്ന്. ലേക്കിൻ ക്യാ ലിഖ്നാ ചാഹിയെ, എന്തെഴുതണം. കുച്ച് ഭി ലിഖ്നാ സംഭവ് നഹി, ഒന്നും എഴുതാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഓർ ക്യാ ജറൂരി ഹെ कि कुछ लिखा ही जाए, എന്തിനും എഴുതണം. नहीं फिर स्मृतियों को जगाऊं तो अच्छा. पिछले साल ഇനി ഞാൻ എഴുതുന്നില്ല, ഞാൻ എന്തെങ്കിലും ഓർക്കാം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ നർപത് ഗഞ്ച് थाना चकरदाहा गांव के पास छाती पर पानी में खड़ी एक आसन्न प्रसवा हमारी और गाय की तरह टुकुर टुकुर देख रही थी. അപ്പോൾ ഒരു നർപത് ഗഞ്ചിൽ ഥാനയിലെ ചക്കർദാഹ് എന്ന ഗ്രാമത്തിൽ നടന്ന അവിടെ വന്ന കാര്യങ്ങൾ, അവിടെ ഉണ്ടായ ഫ്ലഡ്, ആ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ഒരു എന്താണ്, പശു നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭുലി ബിസ്രി യാദ് നഹി, എന്തൊക്കെയാണ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ബെഹത്തർ ഹേ ആങ്കെ മൂദ് കർ സഫേദ് ഭേഡോ കെ ഝുണ്ട് ദേഖ്നെ കി ചേഷ്ടാ കരൂ. ഉജ്ലെ സഫേദ് ഭേഡോ കി ഝുണ്ട്, ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സഫേദ് ഭേഡ് എന്ന് പറയുന്നത് ഈ ജലം, അതായത് പ്രളയജലം വരുമ്പോൾ അതിൻ്റെ പതയും നുറയൊക്കെ ആയിട്ട് വെളുത്ത് വരുന്ന അതിനെയൊക്കെയാണ് ഈ സഫേദ് ഭേഡോങ്കി ഝുണ്ട് എന്ന് പറയുന്നത്. അതായത് വെളുത്ത ചെമ്മരിയാടിൻ്റെ കൂട്ടം വരുന്ന പോലെ അതിനെയൊക്കെ അതുപോലെയൊക്കെ ഉണ്ടെന്നുള്ളത് പറയുകയാണ്. സഭി ഉജ്ലെ ഭേഡ് അച്ചാനക് കാലെ ഹോയെ, പെട്ടെന്ന് കറുത്തുപോയി. ബാർ ആഘോ ഖോൽത്താ ഹെ മൂന്താ ഹെ, കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്, തുറച്ചു നോക്കുന്നുണ്ട്. काले को उजला करना चाहता हूँ. भेड़ों की झुंड भूरे हो जाते हैं. उजले भेड़ काले भूरे किंतु ഉജ്ലെ ഇതെല്ലാം ഒരു ഓർമ്മകൾ. ഇതിനെക്കുറിച്ച് ജലപ്രളയത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ചാണ് പറയുന്നത്. ആയി ധ്യാഖോ ऐसे ഗച്ഛെ ജൽ, ആയി വന്നു, ദേഖോ എന്നാണ് പറയുന്നത്. ऐसे ഗച്ഛെ ജൽ, ചക് ഛോർ കർ മുझे ജഗായാ ഗയാ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉണർന്നെണീറ്റു. ആരോ പറയുന്നു വെള്ളം വരുന്നു എന്ന്, അതായത് ജലപ്രളയത്തിൽ നിന്ന്. ഘടി ദേഖി, എണീറ്റ് നോക്കിയപ്പോൾ ठीक 5:30 ബജ് രഹേ ഥേ.
5:30 എന്ന് പറഞ്ഞാൽ 5:30 ആയിരിക്കുന്നു രാവിലെ. സവേര ഹോ ചുക്കാ ഹെ, നേരം വെളുത്തിരിക്കുന്നു. രഹലോ ഹെ, ആ രഹലോ ഹെ, ആ വരുന്നു. ഇത് അവരുടെ ഭാഷ, ലോക്കൽ ഭാഷ, ബംഗാളി ഭാഷയൊക്കെ മിക്സായിട്ട് പറയണം. ആ രഹോലേ ഹെ, പനിയ, പാനി ആ ഗെലോ, അതായത് വെള്ളം വന്നു കഴിഞ്ഞു. ഹോ രാം സിംഗാർ, ഹോർ മോഹൻ, രാംചന്ദർ, ആരേലേ, ആരേ ഹോ. അപ്പോൾ പലരെയും വിളിച്ച് പറയാണ് വെള്ളം വന്നു, വരൂ എന്ന് പറയും. ആഖോ മൽത്താ ഹുവ ഉഠാ, കണ്ണ് തിരുമ്മിക്കൊണ്ട് ഞാൻ എണീറ്റു. പശ്ചിം കി ഓർ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ്. ഥാനേക്ക് സാമനെ, ആ പടിഞ്ഞാറ് ഥാന, അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അതിന് ഫ്രണ്ടിൽ സടക്ക് പർ, റോഡിൽ മോട്ടി ഡോലിക്ക് ഷക്ലമേ, മോട്ടി ഡോലി എന്ന് പറഞ്ഞ പോലെ വണ്ണത്തിലുള്ള ഒരു ഡോലി, की शक्ल में मुँह में झाग फेन लिए पानी आ रहा है. അതായത് വായയിൽ പതിയും നൊരയൊക്കെ ആയിട്ട് വരുന്ന പോലെ വെള്ളം വരുന്നു. അപ്പോൾ ठीक वैसे ही जैसा शाम को कॉफ़ी हाउस के पास देखा था. ഞങ്ങൾ ആ കോഫി ഹൗസിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കണ്ട പോലെ അതേപോലെ ഇവിടെയും വെള്ളം വരികയാണ്. നല്ല ആഞ്ഞ് ശക്തിയിൽ വരുന്നു. पानी के साथ साथ चलता हुआ, കിലോൽ കർത്താ ഹുവ ബച്ചോ കാ ഏക് ദൽ, അതായത് ഓടിക്കൊണ്ട് ഓളിയിട്ടുകൊണ്ട് വരുന്ന കുട്ടികളുടെ ഒരു കൂട്ടവും വരുന്നു. ഉധർ പശ്ചിം ദക്ഷിൺ കോനെ പർ ദിനകർ അതിഥിശാല സെ ഓർ ആകെ ബസ്തി കെ പാസ് ബच्चे കൂത് ക്യോं രഹേ ഹൈ. അപ്പോൾ അവിടെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഈ കുട്ടികൾ എന്തിനാണ് ചാടിക്കളിക്കുന്നത്? കൂത് ക്യോं രഹേ ഹൈ, എന്തിനാണ് ചാടുന്നത്? നെഹി, അല്ല, അത് ബच्चे നെഹി പാനി ഹെ, അത് കുട്ടികളല്ല, എനിക്ക് തോന്നിയതാണ് കുട്ടികൾ വരുന്ന പോലെ, കുട്ടികൾ ചാടിക്കളിക്കുന്നത് പോലെ. അത് കുട്ടികളല്ല, അത് വെള്ളമാണ്. വഹാ മോഡ് ഹെ, ഒരു വളവുണ്ട്. തോട അവരോധ് ഹെ, കുറച്ച് തിട്ട് പോലെയാണ് അവിടെ. ഇസിലിയെ പാനി ഉച്ചൽ റാ ഹെ, അതുകൊണ്ടാണ് അവിടെ വെള്ളം ഇങ്ങനെ ചാടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പശ്ചിം उत्तर की ओर ब्लॉक नंबर 1 के पास पुलिस चौकी के पिछवाड़े पे, पिछवाड़े में पानी का पहला रेल आया. അതായത് ആ പോലീസ് ചൗക്കി, പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ ആണ് ആദ്യം വെള്ളം വന്നടിച്ചത്. ബ്ലോക്ക് നമ്പർ 4 के नीचे सेठ की दुकान की बाएं बाजू में लहरें नाचने लगी. താഴെ 1-ാം നമ്പർ ബ്ലോക്കിൽ സേഠിൻ്റെ ഷോപ്പിലും എന്താണ് ഈ വെള്ളത്തിൻ്റെ അലകൾ വന്ന് അടിച്ച് കളിക്കാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി. മേ ദോഡ്കർ ഛത്ത് പർ ചലാ ഗയ, ഞാൻ ഓടി റൂഫിൽ പോയി, അതായത് മേളിൽ ടെറസിൻ്റെ മുകളിൽ പോയി. ചാരോ ഓർ ഷോർ കോലാഹൽ കലറവ് ചീക്ക് പുകാർ, എല്ലാ സ്ഥലത്തും എല്ലാവരും നിലവിളിക്കുന്നു, ഭയങ്കര സൗണ്ടാണ്. ഓർ പാനി കാ കൽക്കൽ റവ്, വെള്ളത്തിൻ്റെ ആ സൗണ്ട്. ലഹരോ കാ നർത്തൻ, അതായത് അതിൻ്റെ ലഹർ, അതിൻ്റെ തിരകൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. സാമനെ ഫുട്പാത്ത് കോ പാർ കർത്തെ അബ് പാനി ഹമാരെ പിച്ച്വാടെ മേ സശക്ത് ബഹനെ ലഗ, ഞങ്ങളുടെ പുറകിലൂടെ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പുറകിലൂടെ വളരെ ശക്തിയിൽ ഒഴുകാൻ തുടങ്ങി. गोलंबर के गोल पार्क के चारों ओर पानी नाच रहा है. ആ ഗോൽ പാർക്കിലെ, റൗണ്ട് പാർക്കിലെ ചുറ്റിലും വെള്ളം നൃത്തം കളിക്കുകയാണ്. ആ ഗയാ പാനി ബഹുത് തേസി സെ ബഡ് രഹാ ഹെ. അപ്പോൾ വളരെ ശക്തിയോടെയാണ് വെള്ളം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചട് രഹാ ഹെ, ഉയർന്നുകൊണ്ടിരിക്കുന്നു. കറണ്ട് കിത്തന തേജ് ഹെ, കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ സ്പീഡ് വളരെ സ്പീഡാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. സോൻ കാ പാനി ഹെ, സോൻ നദിയിലെ വെള്ളമാണ്. നഹി ഗംഗാജി കാ ഹെ, ഗംഗയിലെ വെള്ളമാണ്. ആഗേലോ, വന്നു, വെള്ളം വന്നു. സാമനേക്ക് ദീവാർ കി ഈട്ടെ ജൽദി ജൽദി ഡൂബ്തി ജാ രഹി ഹെ, മുമ്പിലുള്ള ആ മതിലിലെ ഈട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിക്സ്, ഇഷ്ടികകൾ പെട്ടെന്ന് തന്നെ മുങ്ങി പോവുകയാണ്. ബിജലി കെ ഖംബെ കാ
കാലാ ഹിസ്സ ഡൂബ് ഗയ. ബിജ്ലി ക ഖമ്പ എന്ന് പറയുന്ന ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കുറേ ഭാഗം മുങ്ങിപ്പോയി. താഴ് കെ പേട് ക തന ക്രമശ ഡൂബ്താ ജാ രഹാ ഹൈ. ആ മരം മെല്ലെ മെല്ലെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡൂബാ ജാ രഹാ ഹൈ, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഭി യദി മേരെ പാസ് മൂവി ക്യാമറ ഹോത്ത, എൻ്റെ കയ്യിൽ മൂവി ക്യാമറ ഉണ്ടെങ്കിൽ, അഗർ ഏക് ടേപ്പ് റെക്കോർഡർ ഹോത്ത, ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ, ബാഡ് തോ ബച്പൻ സെ ഹി ദേഖാ ആയാ ഹൂം, ഈ ജലപ്രളയം ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടുകൊണ്ട് വരികയാണ്. കിന്തു പാനി ക ഇസ് തര ആന കഭി നെയ് ദേഖാ. ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനത് ക്യാപ്ചർ ചെയ്തേനെ, ഞാനത് റെക്കോർഡ് ചെയ്തേനെ, അത് ഞാൻ വീഡിയോ ആക്കിയേനെ എന്ന് ആഗ്രഹിക്കുകയാണ്. അച്ഛാ ഹുവ ജോ രാത് മേ നഹി ആയ. ഈ വെള്ളപ്പൊക്കം രാത്രിയിൽ വരാതിരുന്നത് നന്നായി. നഹി തോ ഭയക്കെ മാരെ ന ജാനെ മേരെ ക്യാ ഹാൽ ഹോത്ത. അല്ലെങ്കിൽ രാത്രി വന്നായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് എൻ്റെ അവസ്ഥ എന്തായാലും എനിക്ക് പോലും അറിയില്ല. ദേഖ്തേ ഗോൾ പാർക്ക് ഡൂബ് ഗയ. ഗോൾ പാർക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഗോൾ പാർക്ക് മൊത്തം വെള്ളത്തിലായി. ഹരിയാലി ലോപ് ഹോ ഗയി. എവിടെയും പച്ചപ്പില്ല, മൊത്തം പച്ചപ്പെല്ലാം പോയി, വെള്ളം വന്ന് മൂടിക്കളഞ്ഞ എല്ലാത്തിനെയും. അപ്പോൾ ഹമാരെ ചാരോ ഓർ പാനി നാച്ച് രഹാ ഹൈ. ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളം നൃത്തം കളിക്കുന്നു. ഭൂരെ രംഗ് കെ ഭേടോ കെ ഝുണ്ട്, അതായത് ആ ചെമ്മരിയാടിൻ്റെ കൂട്ടം പോലെ, ഭേഡ് ദോട് രഹേ ഹേ, ആ ചെമ്മരിയാടുകൾ ഓടുന്നു. ഭൂരെ ഭേഡ് വഹ് ചായ് വാലയ്ക്ക് നോക്കൂ, ആ ചായ് ഉണ്ടാക്കുന്ന ആളുടെ ആ കുടിൽ ഒഴുകിക്കൊണ്ട് പോയിരിക്കുന്നു. ചലി ഗയി, പോയി. കാശ് മേരെ പാസ് ഏക് മൂവി ക്യാമറ ഹോത്ത. എൻ്റെ കയ്യിൽ ഒരു മൂവി ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ, ഏക് ടേപ്പ് റെക്കോർഡർ ഹോത്ത തോ ക്യാ ഹോത്ത. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പറ്റിയേനെ. അച്ഛാ ഹേ കുച്ച് ഭി നെഹി, നന്നായി എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തത്. കലം പേന ഉണ്ടായിരുന്നു. വഹ് ഭി ചോരി ചലി ഗയി, അതായത് ആരോ എടുത്തുകൊണ്ട് പോയി. അച്ഛാ ഹേ കുച്ച് ഭി നെഹി മേരെ പാസ്, നന്നായി എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തത്. അവിടെ അവസാനിക്കുകയാണ് ഇസ് ജൽ പ്രളയമേ എന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ആ ലേഖകൻ്റെ വിവരണം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.